പിണറായി ദി ലെജൻഡ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ച് കമൽ ഹാസൻ. സർക്കാരിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതയാത്ര ആവിഷ്കരിക്കുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്. കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ കൂസലില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ്. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഓരോന്നായി വിവരിക്കുന്നു. രക്ഷകൻ, ക്യാപ്റ്റൻ, കർമ്മയോഗി, വിശേഷണങ്ങൾ പലതാണ്. പാർട്ടിയിലേക്കുള്ള വിജയന്റെ പ്രവേശനത്തിൽ തുടങ്ങി പിണറായി വിജയൻ എന്ന നേതാവിലേക്കുള്ള ഉയർച്ചയും രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും വരെ ആവിഷ്കരിക്കുന്നു ഡോക്യുമെന്ററിയിൽ. വാഗ്ദാനങ്ങൾ മാത്രം നൽകിപ്പോയവരെന്ന വിമർശനങ്ങൾ കഴിഞ്ഞ സർക്കാരുകൾക്ക് നേരെ ഉയർത്തുന്നുണ്ട്. കോടിയേരിയുടെ യാത്രയിൽ മനം നൊന്ത, ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യാവസ്ഥ അന്വേഷിച്ച ആർദ്രനായ പിണറായി വിജയനെയും ഡോക്യുമെന്ററിയിൽ കാണാം. അഴിമതിക്കെതിരായ പോരാട്ടം ജോലിയല്ല, കടമയാണ്. പിണറായി വിജയൻ നിർവഹിക്കുന്നത് ആ കടമയാണെന്ന് കമൽ ഹാസൻ. அநீதிக்காக போராடலாம், அந்த போராட்டம் தொழிலாக மாறிவிடக்கூடாது. அது கடமையாக இருக்க வேண்டும். அந்த கடமை முடிந்ததும் நாம் அமைதியை நோக்கித்தான் செல்ல வேண்டும். அதைத்தான் நான் குறிப்பிடுகிறேன். அங்கே அவருக்கும் என்னை விட அறிவார்ந்தவர்களை உதாரணமாக சொல்லி തപ്പിത്തു കൊണ്ടേൻ നാം. തന്റേതായ കഴിവിലൂടെ സ്വയം പ്രവർത്തിച്ചു വന്ന നേതാവല്ലെന്നും താൻ പാർട്ടിയുടെ ഉൽപ്പന്നമാണെന്നുമാണ് മുഖ്യമന്ത്രി ഡോക്യുമെന്ററിയിൽ പ്രതികരിച്ചത്. ഞാൻ എന്ന വ്യക്തി എൻ്റെതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല, എൻ്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ. ഡോക്യുമെന്ററിയെ ചൊല്ലി ഉയരുന്ന വിവാദങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹണി. ഇത് യാഥാർത്ഥ്യങ്ങളാണ്, വാഴ്ത്തുപാട്ടോ മറ്റോ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, സഖാവ് പിണറായി ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാം മുന്നം ലക്ഷ്യമിട്ടുള്ള പിണറായി സർക്കാരിന്റെ യാത്രയ്ക്ക് വളമേകുന്നതാണ് ഡോക്യുമെന്ററി. നയിക്കാൻ പിണറായി തന്നെയെന്ന് വ്യക്തമാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിന് ബദൽ എന്താവിഷ്കരിക്കും പ്രതിപക്ഷമെന്നതാണ് ഇനി അറിയേണ്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.